48-ാമത്തെ പദ്യം. തത്തത്കാലസമുദ്ധാനാത് ആചാര്യാണാം മഹാത്മനാം പന്ഥാനോ ജ്ഞാനവൈചിത്ര്യാ വിചിത്രാ സന്തി സർവതഃ. മഹാത്മനാം മഹാന്മാരായ ആചാര്യാണാം ആചാര്യന്മാരുടെ തത്തത്കാല സമുത്ഥാനാത് അതതു കാലത്തിലെ ജനനം കൊണ്ടും ജ്ഞാനവൈചിത്ര്യാത് ജ്ഞാനവിശേഷം കൊണ്ടും സർവതഃ എല്ലായിടത്തും പന്ഥാനഃ മാർഗങ്ങൾ വിചിത്രാഹ സന്ധി വിചിത്രങ്ങളായിട്ട് ഭവിക്കുന്നു. എന്തുകൊണ്ടാണ് പല ദേശങ്ങളിലും പല സ്ഥലങ്ങളിലും ആചാര്യന്മാരുടെ വഴികൾ പലതായിട്ടിരിക്കുന്നത്? മുഹമ്മദ് നബി അവലംബിച്ച വഴി പോലെയല്ല യേശുക്രിസ്തു അവലംബിച്ച വഴി, അതുപോലെയല്ല വ്യാസൻ അവലംബിച്ച വഴി, ശങ്കരാചാര്യ അവലംബിച്ച വഴി, ബുദ്ധൻ അവലംബിച്ച വഴി. അതെല്ലാം ഓരോ ദേശത്തിലും അവർ ജനിച്ച ജീവിത സാഹചര്യവും സാമൂഹിക പശ്ചാത്തലവും ഒക്കെ വെച്ചുകൊണ്ട് അവരുടെ വ്യക്തി വൈശിഷ്ട്യത്തിൻ്റെ വ്യത്യാസവും ഒക്കെ കണക്കിലെടുത്തിട്ട് വ്യത്യാസം എല്ലായിടത്തും ഉണ്ട്. ഒരു മഹാത്മാവും വേറൊരു മഹാത്മാവിൻ്റെ ജീവിത മാതൃകയായിട്ടല്ല നമ്മുടെ മുന്നിലിരിക്കുന്നത്. നാരായണ ഗുരുദേവനെ പോലെ അല്ല യേശുക്രിസ്തു, ബുദ്ധനെ പോലെയല്ല യേശുക്രിസ്തു, മുഹമ്മദ് നബിയും വ്യത്യസ്തം. ഓരോരുത്തരും അവരവരുടെ വ്യക്തിത്വത്തിൻ്റെ വ്യത്യാസം ഉണ്ട്. അവരുടെ വചനങ്ങളുടെ സ്വഭാവത്തിൽ അതുപോലെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് മതങ്ങളിലും ഈ വ്യക്തിവൈശിഷ്ട്യം, പ്രതിജന ഭിന്നമായിരിക്കുന്ന വ്യക്തിവൈശിഷ്ട്യം നമുക്ക് കാണാൻ കഴിയും. അത് അവരുടെ ലക്ഷ്യമായിരിക്കുന്ന സാരത്തിൽ കാണുകയും എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് മതത്തിൻ്റെ പേരിൽ ശണ്ട കൂടാൻ പാടില്ല, വഴക്കടിക്കാൻ പാടില്ല. മതം എന്ന് പറയുന്നത് അതിൻ്റെ ഉദ്ദേശം കൊണ്ടും പ്രയോജനം കൊണ്ടും ലക്ഷ്യം കൊണ്ടുമാണ് ഒന്നിക്കേണ്ടത് എന്ന് പറയുന്നു. 49-ാമത്തെ. തഥാപി തേഷാമാസ്തിക്യം പ്രാപ്യമുദ്ദേശ്യമേവ ച ഏകതാം ദ്യോതയത്യേവ തദേകം മദമീര്യതേ. തഥാപി അപ്രകാരമാണെങ്കിലും തേഷാം അവരുടെ മതാചാര്യന്മാരുടെ ആസ്തിക്യം ഉണ്മ പ്രാപ്യം ലക്ഷ്യം ഉദ്ദേശ്യം പ്രയോജനം ഏകതാം ഏവ, അതായത് മഹാത്മാക്കളുടെ സത്യവും ആസ്തിക്യം എന്ന് വെച്ചാൽ സത്ത, പ്രയോജനം, ലക്ഷ്യം ഇവയെല്ലാം ഒന്ന് തന്നെ. ദ്യോതയതി ദ്യോതിപ്പിക്കുന്നു. തത് അതിനാൽ മതം ഏകം മതം ഒന്നേയുള്ളൂ എന്ന് ഈര്യതയെ പറയപ്പെടുന്നു. അപ്പോൾ മഹാന്മാരുടെ ആസ്തിക്യം, അവരുടെ ഉണ്മ സത്ത, അപ്പോൾ സത്ത ഒന്നാണ് അവരുടെ. പ്രാപ്യം അവരെത്തിച്ചേരാൻ ഉദ്ദേശിച്ച ലക്ഷ്യം അതൊന്നാണ്. ഉദ്ദേശ്യം ആ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്ന കൊണ്ടുള്ള പ്രയോജനം അതും ഒന്ന് തന്നെയാണ്. അതിനാൽ മതം ഒന്നേ ഉള്ളൂ എന്ന് ഗുരുദേവൻ പറയുന്നു. മതം ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളിലാണ് ഈ ഏകത്വം, ഈ ചേർച്ച ഉണ്ടായി വന്നിരിക്കുന്നത്. 1 ആസ്തിക്യം, 2 പ്രാപ്യം, 3 ഉദ്ദേശ്യം. ആസ്തിക്യം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സത്യം, ആസ്തിക്യം ഉണ്മ അല്ലെങ്കിൽ അസ്ഥിത എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രാപ്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, എത്തിച്ചേരേണ്ട ഇടമാണ് പ്രാപ്യം. ഉദ്ദേശ്യം എന്ന് പറഞ്ഞാൽ പ്രയോജനം. മതം കൊണ്ട് ഉള്ള ഗുണം എന്താണ്? മതം ആനന്ദമാണ് നമുക്ക് തരുന്നത്. ആനന്ദമേവ ധ്യായന്തി സർവേ ദുഃഖം ന കശ്ചന എന്ന് ഗുരുദേവൻ പറയുന്നു. ആനന്ദമാണ് അതിൻ്റെ പ്രയോജനം. മതം ആനന്ദം തരണം. ഇന്ന് നിങ്ങളെ പിടിച്ചൊരു മതത്തിലാക്കി ആ മതത്തിൽ ജീവിക്കുന്നത് നിങ്ങൾക്ക് ദുഃഖമാണെങ്കിൽ ആ മതം വിട്ട് നിങ്ങൾ പോകും. ഒരിക്കലും ദുഃഖം തരുന്നൊരു മതത്തിൽ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുമതത്തിന് പ്രത്യേക ഒരു ചട്ടക്കൂടില്ല, അതിന് ഏകീകൃതമായ ഒരു ഭരണ സംവിധാനമില്ല. ക്രിസ്തുമതത്തിനും ഇസ്ലാം മതത്തിനും അത്തരത്തിലുള്ള ചട്ടക്കൂടുകളും പൗരോഹിത്യ വൃന്ദങ്ങളും അതിൻ്റെ ആജ്ഞകളും കമാൻഡുകളും ഒക്കെയുണ്ട്. ഹിന്ദുമതത്തിന് വിശാലമായ ഒരു ക്യാൻവാസാണത്, ഒരു പശ്ചാത്തലമാണ് അതിനുള്ളത്. ആ പശ്ചാത്തലത്തിൽ
നമുക്ക് ഏത് ചിത്രം വേണമെങ്കിലും വരയ്ക്കാം. അതിനുള്ള ആ ക്യാൻവാസിൽ നമുക്ക് ഏത് ചിത്രവും വരയ്ക്കാം. ദ്വൈത ചിത്രം വരയ്ക്കാം, അദ്വൈത ചിത്രം വരയ്ക്കാം, വിശിഷ്ടാദ്വൈത ചിത്രം വരയ്ക്കാം. പക്ഷേ ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രത്യേകത ശാസ്ത്രീയ ബുദ്ധിയെയും ആധ്യാത്മിക ബുദ്ധിയെയും സാംശീകരിക്കാൻ കഴിയുന്ന ഒരു ആന്തരിക വിശാലത അതിൻ്റെ ആദിമ ഹിസ്റ്ററി മുതലുണ്ട്. അടുത്ത കാലത്താണ് അതിന് ഒരു പരിമിതിയൊക്കെ ഒരു പക്ഷെ ഉണ്ടായി വരുന്നത്. അത് ചരിത്രത്തിൻ്റെ ഒരു നിയോഗം പോലെ ഹിന്ദുമതം പലരും എടുത്ത് ദുരുപയോഗം ചെയ്തപ്പോൾ അത് രാഷ്ട്രീയപരമായിട്ട് പലരിലും പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയും അതിനെ സംഘടിതമായ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതൊക്കെ ആധുനിക കാലത്തിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. പൂർവികന്മാർ ഇത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല ഇവിടെ. അപ്പം അതൊക്കെ നമുക്ക് ചരിത്രപരമായ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ആധുനിക കാലത്തെ ഹിന്ദുമതമല്ല യഥാർത്ഥത്തിലുള്ള ഹിന്ദുമതം. ഹിന്ദുധർമ്മമാണ്, അത് സനാതനധർമ്മമാണ്. ഉപനിഷത്ത് ഋഷിമാരാൽ പ്രോക്തമായിട്ടുള്ള വചനങ്ങളിലൂടെയാണ് ആ സനാതനധർമ്മം ഇക്കാലം അത്രയും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ഈ തലത്തിൽ നിന്ന് മനസ്സിലാക്കണം. ഗുരുദേവൻ അതിലെ ഏറ്റവും ഗുണപരമായ വശങ്ങളെ സ്വാംശീകരിച്ചിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ മണ്ണിൽ ഏറ്റവും പോഷണമുള്ള ജ്ഞാനത്തിൻ്റെ നറിഷ്മെൻ്റാണ് ഗുരു എടുത്തു തന്നിരിക്കുന്നത്.